ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടി. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയത്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭരണപക്ഷ MLA കൂടെ ആയ PV അൻവർ ഉന്നയിച്ചത്. ഇന്ന് രാവിലെ പോലും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, MR അജിത് കുമാർ എന്ന് പറയുന്നത് കൊടിയ ഒരു ക്രിമിനലാണ്. അപ്പോൾ പല ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ തന്നെ ഫോൺ കോളുകൾ ചോർത്തി നൽകിയതിന് പിന്നിൽ ഇദ്ദേഹമാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നതും മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയതും. ADGPക്കെതിരായ ആരോപണത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയത്. പ്രജിത് മോഹൻ ലൈനിലുണ്ടെന്ന് കരുതുന്നു. എന്തായാലും പ്രജിത്ത്, അതിരൂക്ഷ വിമർശനങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ ഭരണപക്ഷ MLA ആയ PV അൻവർ ഉന്നയിച്ചത്. കൊടിയ ക്രിമിനലാണ് ഇദ്ദേഹം. പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട്, മന്ത്രിമാരുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വലിയ ആരോപണങ്ങളാണ് സംസ്ഥാന പോലീസ് സേനയിലെ രണ്ടാമനായ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ PV അൻവറും മുൻ മലപ്പുറം SP ആയ സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയായിരുന്നു ആദ്യം ഇത്തരം വിവാദങ്ങൾ പുറത്തു വന്നത്. MR അജിത് കുമാർ പലവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട്, കോടികൾ പണം വാങ്ങിയിട്ടുണ്ട്, പല കേസുകളും ഒതുക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിൽ ആഭ്യന്തര വകുപ്പിലൊക്കെ വലിയ സ്വാധീനം, അങ്ങനെയുള്ള ഒട്ടനവധി വിമർശനങ്ങളുമൊക്കെ ഈ രീതിയിൽ ഉയർന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് പിന്നീട് PV അൻവർ നേരിട്ട് രംഗത്ത് വരുന്നു. ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി അജിത് കുമാറിന് ബന്ധമുണ്ട്, കൊലപാതകമടക്കം അദ്ദേഹം ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന പോലീസിൽ നിലനിൽക്കുന്ന പലവിധമായിട്ടുള്ള ശരിയല്ലാത്ത പ്രവണതകൾക്കുമെല്ലാം കാരണം അജിത് കുമാറാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായിരുന്നു PV അൻവർ MLA നടത്തിയിട്ടുള്ള ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് കോഴിക്കോട് വിമാനത്താവളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത്, വിമാനത്താവളമായി നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധം ഈ ADGP അജിത് കുമാറിന് MR അജിത് കുമാറിനുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ PV അൻവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒടുവിൽ അതിനൊപ്പം തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഈ രീതിയിലാണോ ഭരിക്കുന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ പല കോണിൽ നിന്നും വന്നിരുന്നു. പിന്നീട് ഒരു ഭരണപക്ഷ MLA തന്നെയാണ് ഈ വിഷയങ്ങൾ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ PV അൻവർ എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് പിന്നീട് ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത്. അപ്പോഴും ഈ PV അൻവർ MLA ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. കാരണം മുഖ്യമന്ത്രിയോട് അത്രയേറെ അടുപ്പമുള്ള ആളാണ് ADGP MR അജിത് കുമാർ. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്കും അറിയാം, MR അജിത് കുമാർ ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയാം. അതിൽ സ്വർണ്ണക്കടത്തടക്കമുള്ളവ എടുത്തെടുത്ത് പറയുന്നുമുണ്ട്. അങ്ങനെയുള്ള ഈ പറഞ്ഞ അൻവറിന്റെ വിമർശനങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ തന്നെ ഒരുപക്ഷെ അൻവർ ലക്ഷ്യമിടുന്നത് ആരെയാണ് എന്നുള്ളൊരു ചോദ്യവും ഇക്കാര്യത്തിൽ എപ്പോഴും സജീവമാണ്. കാരണം ആഭ്യന്തര വകുപ്പിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് അൻവർ. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന്, അതായത് സംസ്ഥാന പോലീസിലെ ഏറ്റവും വലിയ പവർഫുൾ ക്യാരക്ടറാണ് MR അജിത് കുമാർ എന്നുള്ളതാണ് പൊതുവിൽ സേനയിലെ സംസാരം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിലും പുറത്തു വന്ന കാര്യം. അപ്പോൾ DGPയെക്കാളും വലിയ അധികാര കേന്ദ്രമായി സംസ്ഥാന പോലീസിൽ വിലസുന്നതിന് കാരണം ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെയുള്ള MR അജിത് കുമാറിന്റെ അടുത്ത ബന്ധങ്ങൾ തന്നെയാണ് എന്നുള്ളത് പൊതുവായി സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത്രയധികം മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസറക്കം നേരത്തെ ഡിപ്ലോമാറ്റിക് സ്വർണ്ണ പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ നേരിട്ടിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ആരോപണങ്ങൾ അൻവർ ഉയർത്തുമ്പോൾ അത് ആരെ ലക്ഷ്യമിട്ടാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നത്. എന്തായാലും നിലവിൽ DGPയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ. ഒരു കാര്യം കൂടെ പറയണം, കാരണം നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോലും മുഖ്യമന്ത്രി തേടിയിരിക്കുന്നത്. കാരണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോപണം പൊതുമണ്ഡലത്തിലുണ്ട്. പിന്നീട് പ്രതിപക്ഷ സംഘടനകൾ BJPയും കോൺഗ്രസും എല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് തേടുന്ന രീതിയിലേക്കെങ്കിലും മുഖ്യമന്ത്രി പോയിരിക്കുന്നത് എന്നുള്ളതാണ് രജനി.